മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഓഡിഷൻ നടക്കുന്നു. ആ മുറിയിലേക്ക് ഒരു തടിയൻ കയറി വന്നു. സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. ഫാസിൽ അന്നത്തെ കാലത്ത് 100-ൽ 95 മാർക്ക് കൊടുത്തു. 0 കൊടുത്തവൻ പ്രശസ്തനാണ്. അങ്ങനെ ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും. സിനിമയിൽ ഒരിക്കൽ മുഖം കാണിച്ചാൽ മതി, പിന്നെ അത് ചരിത്രമാണ്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്, പേര് മോഹൻലാൽ. അദ്ദേഹം ഒരു അവതാരമാണ്. It's such a dream to have an actor who delivers. Then you don't have to worry about the scene. You just have to capture it. വളരെ ലാഘവത്തിൽ വളരെ ഈസിയായിട്ട് ചെയ്യുന്ന ഒരാളെ. He is the greatest actor in the country. അഭിനയത്തിന്റെ ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. ഈ പ്രേമിക്കുന്ന പെമ്പിള്ളാരൊക്കെ കല്യാണം കഴിക്കാൻ ഞാനാര്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. എന്താ ചേട്ടാ ഈ പെമ്പിള്ളാർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം? ഐ ലവ് യു ഗാഥ. ഐ മീൻ ഗാഥ ജാം ജാം ജാം. ഞാൻ അത്രയ്ക്ക് സുന്ദരനാണ്. ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. കാശും പുത്തരൊന്നും കണ്ടിട്ടല്ല, നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല, സ്വഭാവം അറിഞ്ഞിട്ടില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടം തോന്നി. ഐ ലവ് യു. ഇല്ല, ഐ ലവ് യു. എപ്പോഴും മറ്റേടത്ത് ചോദ്യം ചോദിക്കില്ല. അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, അത്ര മതി, അത് മതി. നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യില്ല ലാലേട്ടൻ കരഞ്ഞ. നിശബ്ദമായിട്ട് നിന്നിട്ട് കരഞ്ഞിട്ട് ഈ ഒരു ഇത് കാണിക്കുമ്പോൾ നമുക്ക് നെഞ്ച് പൊട്ടുന്നൊരു കരച്ചിലാണ് പുള്ളിക്ക്. ജീവിതം എനിക്ക് കൈവിട്ടു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. ഇല്ല സാർ, ഞാൻ തോറ്റു. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലാണെന്ന് തോന്നുന്നു. ഈ അവസാനം വന്നിട്ട് എല്ലാം പെറുക്കി പെറുക്കി വെളിയിലേക്ക് കളയും. ലാലേട്ടൻ നിന്നിട്ട് ഇങ്ങനെ ഈ 2 കൈ കൊണ്ട് ഇങ്ങനെ കണ്ണ് തുടയ്ക്കുന്ന ഒരു സീൻ നമുക്ക് പൊട്ടിപ്പോ. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ മരിച്ചുപോയാൽ വായിക്കരിയിടാനും മറ്റ് കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാനും ഇവനെ അനുവദിക്കണം. ആനി, മോനെ സ്നേഹിക്കുന്നവളെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട്, അത് മറക്കാൻ. ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാൻ, തലയിലെ വര ശരിയായില്ല. നീ അങ്ങോട്ട് എഴുന്നേക്ക്. അതെന്തൊന്ന് മര്യാദ? എല്ലാരും ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടാ പോരെ നിനക്ക്? ഒപ്പം കയറിയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമയാണ് ഭ്രമരം. അക്ഷരങ്ങൾക്ക് അത്രയധികം ഒരു ഭാവപ്പകർച്ച നൽകുവാനായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ നടന് സാധിച്ചൊരു സിനിമ കൂടിയാണ്. എനിക്കറിയില്ല. സൂക്ഷ്മഭാവങ്ങൾ പോലും ഇത്രയും മനോഹരമായിട്ട് കാണിക്കുന്ന ഒരു നടനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയതിന്റെ നകലിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാ? എടാ, നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിയുണ്ട്. കിരീടവും ചെങ്കോലും സിംഹാസനവും ഉള്ള ഒരു രാജാവ്. അവിടെ ആർക്കും വായുഗുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ. എന്നാ പോണ്ട. രാജകുമാരൻ, രാജാവിന്റെ മകൻ. ഇത് ആ കിളവിയല്ല. പിന്നെ ആര്? നിന്റെ അമ്മൂമ്മേ? ഇത് മറ്റൊരു കിളവി. എടാ, നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണം. ഒരാളെ ആക്കിയിട്ട് പോകരുത് കേട്ടാ. കുറച്ച് ചേർക്കല്ലേ? ചേർക്കാ മുതലാളിയല്ല, കയറി ഭരിക്കരുത്. അരി കഴുക, അരി കഴുക. ആണോ നീ അരി കഴുകാൻ? ഞാൻ പോവല്ല, ഞാൻ ഭയങ്കര വൃത്തികെട്ടവനാണ്. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം മോഹൻലാലിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ടൈമിംഗ്. നല്ല കവള്. ഞാൻ
എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനാണ്. 2 വിരല് മതി കൊരവള്ളി പൊട്ടിച്ച് നിന്നെ കൊല്ലാൻ. സാഗർ ഏലിയാസ് Jackie, an extraordinary Nataraja. മോഹൻലാലിനെ പോലെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള ഒരു അവതാരം ഒന്ന് മോഹൻലാൽ തന്നെ. ഞാൻ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. ഞാൻ